ആർക്കും ഇരുന്നാൽ അത്ര വേഗം ഇരിപ്പുറയ്ക്കാത്ത ഒരു ഹോട്ട് സീറ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ്റേത്. ആ മുൾക്കിരീടം തലയിൽ വെക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു ദുരവസ്ഥ തന്നെയാണ്. എത്ര മനോഹരമായിട്ട് ഈ ടീമിന്റെ പരിശീലക സ്ഥാനം അലങ്കരിച്ചാൽ പോലും തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് മറ്റുള്ളവരുടെ പരിഹാസങ്ങളും കുത്തുവാക്കുകളും പിന്നിൽ നിന്നുള്ള ചതികളും ഏറ്റ് പുറത്തേക്ക് പോകുക എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകരുടെ ദുർവിധി. അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ സീസണിലെ പരിശീലകനായിരുന്ന ഡേവിഡ് ജെയിംസ് മുതൽ ഏറ്റവും ഒടുവിൽ ഇറങ്ങുന്ന കാറ്റാല വരെ അതിനുള്ള ഉദാഹരണം തന്നെയാണ്. ഈ പരിശീലകനെ പൂർണ്ണമായിട്ടും ഞാൻ കുറ്റം പറയാൻ നിൽക്കുന്നില്ല. പക്ഷേ കാറ്റാല ഒരു ക്ലബിലും അദ്ദേഹത്തിന്റെ പരിശീലകനായിട്ടുള്ള സേവനം പൂർണ്ണമാക്കിയിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇവാൻ വുക്കമാനോസിനോട് ചെയ്ത ചതിയുടെ മറ്റൊരു രൂപമായിരുന്നു ഇവാന് ശേഷം പരിശീലകനായി വന്ന മിഖായൽ സ്റ്റെഹറയോട് ചെയ്തത് നിങ്ങൾക്ക് അറിയായിരിക്കും. സ്റ്റെഹറയെ അവർ കബളിപ്പിച്ച് കൊണ്ടുവന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് ലൈൻ നമുക്കുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഏറ്റവും ദുർബലമായ ഒരു ഡിഫൻസീവ് ലൈനെ വെച്ചിട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് യൂണിറ്റ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് സ്റ്റെഹറയെ കൊണ്ടുവന്നു. അതുപോലെ ഡേവിഡ് കറ്റാല എന്ന് പറഞ്ഞ പരിശീലകനെ ടീമിനെ റീബിൽഡ് ചെയ്യാനെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. ഒരു ബന്ധവും ഇല്ലാത്ത മറ്റു ക്ലബ്ബുകളുമായിട്ട് സ്കോഡ് ചെയ്യാൻ പോലും നിലവാരമില്ലാത്ത ഒരു സ്കോഡ് ഇട്ട് കൊടുത്ത് താരതമ്യം ചെയ്യിച്ച് അവിടെയും തോൽവിയാക്കി എക്സ്പോസ് ചെയ്ത് പറഞ്ഞു വിടുകയായിരുന്നു. പരിശീലകന്റെ കുറ്റമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. മാനേജ്മെന്റിന്റെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളുടെ പഴികളേറ്റ് വാങ്ങാനുള്ള ഒരു ബലിമൃഗം ബ്ലാസ്റ്റേഴ്സിലെ മറ്റൊരു ബലിമൃഗം കൂടി പഴി കേട്ട് മടുത്ത് പടിയിറങ്ങുന്നു എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്.